തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾക്ക് സംരക്ഷണമൊരുക്കി ആഭ്യന്തര വകുപ്പ്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ സിപിഎം ഉന്നത നേതാക്കൾക്കെതിരെ നടപടിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംഭവസ്ഥലത്തുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും നിയമസഭയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. ജനം ബ്രേക്കിംഗ് വാർത്തയാണ്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചിലാണ് ചേരുന്നത്. ദിലീപ്, നമുക്കറിയാം പിണറായി വിജയന്റെ വസതിയിൽ ഈ റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെയാണ് ഒരു കൂട്ടം CPM പ്രവർത്തകർ ആക്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല, അവർക്കെതിരെ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ നാണം കെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ആഭ്യന്തരമന്ത്രി തന്നെ അല്ലേ, ആഭ്യന്തരമന്ത്രി തന്നെ ഈ സ്വന്തമായി നാണം കെട്ട ആ ഒരു കമന്റ് പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല, ഈ ഗൂഢാലോചനക്കാരെയാണ് ആദ്യം പിടിച്ചകത്തിടേണ്ടത്, പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല തുറന്നു പറയുന്നു. എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള ചോദ്യമല്ലേ ദിലീപ് അവശേഷിക്കുന്നത്? എന്തായിരുന്നു ആദ്യം ആഭ്യന്തരമന്ത്രിയുടെ ആ കമന്റ്? രാഗി, ശില്പ, ആദ്യമേ വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രത്യേകിച്ച് LDF-ന്റെയും UDF-ന്റെയും അവിശുദ്ധ ബന്ധമാണ് ഇത് വന്നിരിക്കുന്നത്. ങ്ങളിലും ഇത്തരത്തിൽ ഇവർ തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പ്രചരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവമായി നമുക്ക് കൂട്ടിയോജിപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ED ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നിയമസഭയിലാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. BJP നിയമം MLA രാജീവ് ചന്ദ്രശേഖരാണ് ചോദ്യം ഉന്നയിച്ചത്. ഏതെങ്കിലും നേതാക്കൾ ഇത്തരത്തിൽ കേസ് എടുത്തിട്ടുണ്ട്? അതിന് മറുപടി അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല നേതാക്കൾക്കെതിരെ ആരും തന്നെ കേസ് എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആദ്യം മുതൽക്ക് തന്നെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. അതായത് പ്രവർത്തകർ എല്ലാവരും അധികം വൈകാതെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വസതിയിൽ എത്തിച്ചേരണമെന്നൊരു ആഹ്വാനത്തിന്റെ ശബ്ദ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്നായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഉണ്ടായത്. ആ ആക്രമിക്കുന്ന സമയത്ത് പോലും മുൻ മന്ത്രിയും MLA-യുമായ V. ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ MP ആയ ജോൺ ബ്രിട്ടാസ് എന്നീ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ഈ ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ 300-ലധികം പേർ, കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴും നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത വെറും 26 പേരെയാണ്. അപ്പോൾ തന്നെ ഇതിന്റെ ഇരട്ടത്താമനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ LDF-ന്റെയും UDF-ന്റെയും അവിശുദ്ധ ബന്ധമാണ് ഇതുവഴി പുറത്തു വന്നിരിക്കുന്നത്. ശില്പ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇത് ആഭ്യന്തര വകുപ്പിനെയും പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ശില്പ, രാഗി. ദിലീപ്, അതായത് CPM ഉന്നതരെ സംരക്ഷിക്കാൻ അവർക്ക് ഭരണം വേണ്ട, അതിപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയാലും മതി, അത് അങ്ങനെ തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? കാരണം ഇവരുടെ ഇടത് വലത് മുന്നണികളുടെ ആ ഒരു അന്തർധാര അത് തന്നെയല്ലേ ഈ വിഷയത്തിൽ മറന്നീക്കി പുറത്തു വരുന്നത്. കാരണം കൈവച്ചിരിക്കുന്നത് ED ഉദ്യോഗസ്ഥരെയാണ്. ഹൈക്കോടതിയിൽ കൃത്യമായ ചില നിരീക്ഷണങ്ങളുണ്ട്. ഒപ്പം തന്നെ ED ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് ഹൈക്കോടതി അറിയിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം മുന്നിലുള്ളപ്പോഴാണ് നിയമസഭയിൽ ഇത്രയും നാണം കെട്ട ഒരു പരാമർശം ആഭ്യന്തര വകുപ്പ് മന്ത്രി നടത്തുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടത്. പ്രത്യേകിച്ച് ഇത്രയും, അതായത് ഈ അക്രമം നടക്കുന്ന സമയത്ത് പോലും ഈ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് BJP-യുടെ നിയമമണ്ഡലം MLA-യും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ചോദ്യം ഉന്നയിച്ചത്. ആ സമയത്താണ് അദ്ദേഹം യാതൊരു മടിയും കൂടാതെ യാതൊരുവിധ ഒരു ഇതുമില്ലാതെയാണ് അദ്ദേഹം നേതാക്കൾക്കെതിരെ ആരും തന്നെ കേസ് എടുത്തിട്ടില്ല, തികച്ചും ഒരു IB ബിനു അടക്കമുള്ള ഒരു ലോക്കൽ നേതാവിനെതിരെയാണ് നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം പ്രവർത്തകരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഒരിക്കൽ കൂടി പുറത്തു വരുന്നതും. എന്തായാലും ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ചോദ്യചിഹ്നമായി സമൂഹത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും നേതാക്കൾക്കെതിരെ കേസില്ല, കാരണം ഭരിക്കുന്നത് UDF ആണ്. അതെ, ഉറപ്പായും ഇതൊക്കെ ഒരു നാടകമായി മാത്രം കണ്ടാൽ മതി. പൊതുജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചറിയേണ്ടവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചപ്പോഴാണ് ഇത്രയും വിരോധാഭാസമായ ഒരു പരാമർശം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടകരം, അല്ലെങ്കിൽ ഖേദകരം എന്നുള്ളതേ പറയാനുള്ളൂ. എന്തായാലും കഴിഞ്ഞിട്ടില്ല, ഇടതുമുന്നണിയിൽ തോറ്റു തുന്നം, പക്ഷേ ഇടതുമുന്നണി കലുഷിതമാണ് എന്ന് പറയേണ്ടി വരും.